എല്ലാവർക്കും ന്യൂസ് ഫസ്റ്റ് മലയാളത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് ലോകത്തെ ഏറ്റവും പുതിയ വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്ത്യൻ ക്രിക്കറ്റ് പ്രേമികൾക്ക് ആവേശം നൽകിയ സംഭവവികാസമാണ് എഡ്ജ്ബാസ്റ്റേണിൽ അരങ്ങേറിയത്. ഇംഗ്ലണ്ടിനെതിരായ രണ്ടാം ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യയ്ക്ക് ഉജ്ജ്വല വിജയമായിരുന്നു. എന്നാൽ ഈ വിജയഗാഥയിൽ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ച ഒരു രംഗമുണ്ടായിരുന്നു. മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയതിനു പിന്നാലെ ടീം ഇന്ത്യയുടെ യുവതാരം ശുഭ്മാൻ ഗില്ലിനെ കാണാൻ സാറ ടെൻഡുൽക്കർ മൈതാനത്തേക്ക് ഓടിയെത്തുകയായിരുന്നു. നിറഞ്ഞ കണ്ണുകളോടെ അവൾ ഗില്ലിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ആരെയും അമ്പരപ്പിച്ചു. ഇംഗ്ലണ്ടിന്റെ മണ്ണിൽ ക്രിക്കറ്റ് ആരാധകരുടെ നെഞ്ചിടിപ്പേറ്റിയ ടെസ്റ്റ് പരമ്പരയാണ് അരങ്ങേറുന്നത്. ആദ്യ ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് കാലിടറി. പക്ഷേ രണ്ടാം ടെസ്റ്റിൽ കഥ മാറി. ഇന്ത്യൻ ബാറ്റ്സ്മാൻമാരും ബൌളർമാരും ചേർന്ന് തീർത്ത കൊടുങ്കാറ്റിൽ ഇംഗ്ലീഷ് നിരയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല. കളിയുടെ തുടക്കം ഇംഗ്ലണ്ടിനൊപ്പമായിരുന്നു. ഇംഗ്ലണ്ട് നായകൻ ബെൻ സ്റ്റോക്സ് ടോസ് നേടി ബൌളിംഗ് തിരഞ്ഞെടുത്തു. പക്ഷേ ആ തീരുമാനം അവർക്ക് തന്നെ വിനയായി. ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യ ആദ്യ ഇന്നിംഗ്സിൽ 587 റൺസിന്റെ കൂറ്റൻ സ്കോർ പടുത്തുയർത്തി. പിന്നീട് ഇംഗ്ലണ്ടിനെ 407 റൺസിന് ചുരുട്ടിക്കെട്ടി 180 റൺസിന്റെ നിർണായക ലീഡ് നേടി. രണ്ടാം ഇന്നിംഗ്സിലും ഇന്ത്യൻ ബാറ്റ്സ്മാൻമാർ ഇംഗ്ലീഷ് ബൌളിംഗിനെ തലങ്ങും വിലങ്ങും പ്രഹരിച്ച് 427 റൺസ് വാരിക്കൂട്ടി. ഇതോടെ ഇംഗ്ലണ്ടിന് മുന്നിൽ 608 റൺസിന്റെ കൂറ്റൻ വിജയലക്ഷ്യമുയർന്നു. ഈ കൂറ്റൻ ലക്ഷ്യം പിന്തുടർന്ന് ബാറ്റിംഗിനിറങ്ങിയ ഇംഗ്ലണ്ടിനെ കാത്തിരുന്നത് ഇന്ത്യൻ പേസർമാരുടെ തീതുപ്പുന്ന പ്രകടനമായിരുന്നു. അതിൽ എടുത്തുപറയേണ്ടത് യുവതാരം ആകാശ് ദീപിന്റെ പ്രകടനമാണ്. 6 വിക്കറ്റുകൾ വീഴ്ത്തി ആകാശ് ദീപ് ഇംഗ്ലീഷ് ബാറ്റിംഗ് നിരയെ തകർത്തെറിഞ്ഞു. ഒടുവിൽ ഇന്ത്യ 336 റൺസിന്റെ വമ്പൻ വിജയം സ്വന്തമാക്കി. ഈ വിജയത്തിലെ യഥാർത്ഥ ഹീറോ മറ്റാരുമായിരുന്നില്ല, യുവസൂര്യൻ ശുഭ്മാൻ ഗിൽ തന്നെയായിരുന്നു. ആദ്യ ഇന്നിംഗ്സിൽ 279 റൺസും രണ്ടാം ഇന്നിംഗ്സിൽ 161 റൺസും നേടി ഗിൽ ചരിത്രമെഴുതി. ഈ മാസ്മരിക പ്രകടനത്തിന് ശുഭ്മാൻ ഗില്ലിന് മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം ലഭിച്ചു. മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം നേടിയ ശേഷം സാറ ടെൻഡുൽക്കർ ശുഭ്മാൻ ഗില്ലിനെ കാണാൻ മൈതാനത്തേക്ക് ഓടിയെത്തി. വിതുമ്പിക്കൊണ്ട് സാറ ഗില്ലിനെക്കുറിച്ച് പറഞ്ഞ വാക്കുകൾ ക്രിക്കറ്റ് ലോകത്തെ ഞെട്ടിച്ചു. ഒരുപക്ഷേ പ്രണയത്തിന്റെ അതിർവരമ്പുകൾ ഭേദിക്കുന്ന സൗഹൃദമോ ആരാധനയോ ആയിരിക്കാം ആ കണ്ണീരിനു പിന്നിൽ. സാറ ടെൻഡുൽക്കറുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ശുഭ്മാൻ ഗില്ലിന് മാൻ ഓഫ് ദ മാച്ച് പുരസ്കാരം ലഭിച്ചത് കണ്ടപ്പോൾ ഞാൻ വളരെയധികം സന്തോഷിച്ചു. തുടക്കം മുതൽ എനിക്ക് ശുഭ്മാൻ ഗില്ലിൽ വിശ്വാസമുണ്ടായിരുന്നു. അവന്റെ ബാറ്റിംഗ് മികവുകൊണ്ട് ടീം ഇന്ത്യയെ വലിയ സ്കോറിലെത്തിക്കാൻ അവന് സാധിക്കുമെന്ന് എനിക്കറിയാമായിരുന്നു. അവന്റെ ക്യാപ്റ്റൻസിയിൽ ടീം ഇന്ത്യ ഈ പരമ്പരയും നേടുമെന്ന് എനിക്കുറപ്പാണ്. ഇന്ത്യൻ ടീമിന്റെ ഈ വിജയത്തിൽ ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. എന്നാൽ അതിലുപരി ശുഭ്മാൻ ഗില്ലിന്റെ ബാറ്റിംഗിലും ക്യാപ്റ്റൻസിയിലുമാണ് ഞാൻ കൂടുതൽ സന്തുഷ്ട. അവൻ മികച്ച പ്രകടനം കാഴ്ചവെക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. അവനത് ചെയ്തു. അവന്റെ ബാറ്റിംഗ് കാണാൻ ഞാൻ എപ്പോഴും ആവേശത്തിലാണ്. അവൻ കളിക്കളത്തിലുള്ളപ്പോഴെല്ലാം അവന്റെ ബാറ്റിംഗ് കാണാൻ ഞാൻ സ്റ്റേഡിയത്തിൽ പോകാറുണ്ട്. അത് ഇന്ത്യയിലായാലും വിദേശത്തായാലും. രണ്ടാം ടെസ്റ്റിൽ 400-ലധികം റൺസ് നേടി നിലവിൽ അവനേക്കാൾ മികച്ച ഒരു ബാറ്റ്സ്മാൻ ഇല്ലെന്ന് അവൻ തെളിയിച്ചു. കൂടാതെ അവൻ ടീം ഇന്ത്യയെ നയിച്ച രീതി അവൻ ഒരു മികച്ച നേതാവാണെന്ന് കാണിക്കുന്നു. ശുഭ്മാൻ ഗിൽ നിലവിൽ മികച്ച ഫോമിലാണ്. അവന്റെ ക്യാപ്റ്റൻസിയിൽ ടീം ഇന്ത്യ ഇംഗ്ലണ്ടിനെതിരായ പരമ്പര നേടുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ശുഭ്മാൻ തന്റെ ബാറ്റിംഗ് കൊണ്ട് എന്റെ ഹൃദയം കീഴടക്കി. സത്യത്തിൽ അവനൊരു മഹാനായ കളിക്കാരനാണ്. ഇന്ത്യൻ ടീം ഇത്തവണ വളരെ ശക്തമാണ്. ഏത് സാഹചര്യത്തിലും പരമ്പര ഇന്ത്യ തന്നെ നേടും. സാറ ടെൻഡുൽക്കറുടെ ഈ വാക്കുകൾ കേട്ട് നിങ്ങൾക്കെന്ത് തോന്നുന്നു? ശുഭ്മാൻ ഗില്ലും ഋഷഭ് പന്തും തമ്മിൽ കമ്പയർ ചെയ്താൽ ആരാണ് മികച്ച ബാറ്റ്സ്മാൻ? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ ക്രിക്കറ്റ് വാർത്തകൾക്കായി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.